ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും. ഉപ്പുമാവ് എന്താ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? ചീനച്ചട്ടിയില് ഇവളുടെ വെള്ളയപ്പം കറക്റ്റ് ഷേപ്പിൽ കിട്ടുമോ ഇല്ലയോ നോക്കാം. പൂ പോലെ വെള്ളയപ്പം ആക്കണം എന്നല്ലേ അമ്മ ഉണ്ടാക്കി തരുവരും, മറ്റേ പൂവിന്റെ ഷേപ്പില്. ഇതെന്തെന്ന് ഇതില് മാവ് പോരാ. എടാ പൊട്ട, ഇത് കണ്ടിട്ട് നിനക്ക് എന്തൊരു തോന്നുന്നു? ഇതില് നേരിയ വെള്ളയപ്പ. ഇത് അനക്ക് 5 സ്റ്റാർ ടൈപ്പ് വെള്ളയപ്പ വേണ്ടത്. ദോശ പോലെ ഇരിക്കണം അപ്പം. എനിക്ക് ദോശ പോലെ ഇരിക്കുന്ന അപ്പം തന്നെ പറ്റുക. അങ്ങനെ പറയല്ലേ, അവരാ പറ്റടിയാവും. ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ എല്ലാരും അറിയിക്കുന്നു. ഗൈസ്, ഇന്ന് വർക്കൗട്ട് ഞാൻ തൽക്കാലം ഇന്ന് സ്കിപ്പ് ചെയ്തത്. കാരണം വെച്ചാല് ഡെയിലി ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കണം ബോഡിക്ക്. കാരണം എന്നാലേ മസിൽസിന്റെ എല്ലാ സ്ഥലത്തോട്ടും പിടിക്കും. അങ്ങനെ മടിയായോണ്ടല്ല, അല്ലല്ല മടിയായോണ്ടെന്നല്ല. ഇന്ന് എനിക്കൊരു ആനുകൂല്യം തരണം ഗൈസ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു റെഗുലർ വീഡിയോ ആയിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളുടെ ചില സംശയങ്ങളും ചോദ്യങ്ങളും കമന്റ്സിനും എല്ലാം റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഇന്നൊരു Q&A സെഷൻ ആയിട്ടാണ് നമ്മൾ രണ്ടാളും വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് വേറെ പരിപാടികളൊന്നും നമ്മുടെ പ്ലാനിലില്ല. അതുകൊണ്ട് ഒരു Q&A സെഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നീ എന്തിനാ കരയുന്നത്? നീ ഉണ്ടോ Q&A സെഷനിൽ? നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ട്. ചുന്തിരി പെണ്ണ് വരുന്നുണ്ട്, ചുന്തിരി പെണ്ണ്. ഇന്ന് നമ്മളെ റൂമിന്റെ അകത്ത് നിന്നുള്ള ഒരു വീഡിയോ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്ത് നല്ല നാച്ചുറൽ എയറിൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, മഴ പെയ്താൽ നമ്മൾ 3G. അതേ പറയാനുള്ളൂ. പെയ്യും തോന്നുന്നില്ലേ ലക്ഷണം കണ്ടിട്ട്. എന്തായാലും നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കാം. അതനുസരിച്ച് നമുക്ക് പറയുന്ന പോലെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോ നിങ്ങളെ മനസ്സിൽ ആദ്യം ചിന്തിച്ച കാര്യം എന്താണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാ, ഇത് ഒരു പശ ഗില്ലേ സീനാവോ അങ്ങനെ ഒരു എന്നെ കണ്ടപ്പോഴാ. ഓ അങ്ങനെ. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഓൺലൈനിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഡയറക്റ്റ് കാണുന്ന സമയത്ത് ഇത്രയും ലുക്ക് ഉണ്ടോ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. അല്ല, അതെ എനിക്ക് തോന്നിയതാ ഞാൻ പറഞ്ഞത്. ആദ്യം ലവ് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഇവൻ. ഞാനാ? അതായത് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഒരുപടി വെച്ചത് ഇവനാണ്. അതായത് നമ്മള് വളക്കാൻ വേണ്ടിട്ട് കുറച്ച് നമ്പേഴ്സ് അങ്ങ് ഇടുമല്ലോ, അങ്ങനെ ഇട്ടത് ഞാനാണ്. പക്ഷെ പ്രപ്പോസലായിട്ട് നമ്മൾ രണ്ടാളും ചെയ്തിട്ടില്ല. നമ്മള് രണ്ടാളും അത് ആ സംഭവം വന്നിട്ടില്ല. നമ്മള് എങ്ങനെയോ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് ഇപ്പൊ കെട്ടി, അത്ര തന്നെ. നിങ്ങളുടെ ആദ്യത്തെ ഡേറ്റ് എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് എനിക്കറിയാം. 100% ഫസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് സൂവിൽ വെച്ച്. അത് പക്ഷെ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാവും തോന്നില്ല, കാരണം അന്ന് നമ്മൾ വ്ളോഗൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ വ്ളോഗിങ്ങില് നമ്മളെ ഡേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്ന വർക്കലെങ്ങാനും നമ്മൾ പോയതായിരിക്കും. പക്ഷെ സൂ ആയിരുന്നു നമ്മളെ. എങ്ങനെ ഉണ്ടായിരുന്നു ഡേറ്റ്? അതാ ചോദിച്ചത്. നല്ല മൃഗങ്ങളെയൊക്കെ കണ്ട് പ്രകൃതി രമണീയമായ ഒരു ഡേറ്റ്. നിങ്ങൾ ആലോചിക്കണം, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ആദ്യത്തെ ഡേറ്റ് ആയിട്ട് സൂവില്. വേറൊരാള് ചോദിച്ചത്, നിങ്ങളെ വീട്ടില് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് ആരാണ്? അങ്ങനെ ദേഷ്യം വന്നാൽ തന്നെ ഫസ്റ്റ് മറ്റേ ആളെ കൺവിൻസ് ചെയ്തെടുക്കുന്നത് ആരാണ്? ദേഷ്യം വരുന്ന എനിക്കാണ്. അത് കറക്റ്റ്, ഇവർക്കാണ് ദേഷ്യം വരുന്നത്. കൺവിൻസ് ചെയ്യുന്നത് 2 തരത്തിൽ പറയാൻ പറ്റും. ഇപ്പൊ ഇവള് ദേഷ്യം പിടിച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ എടുക്കും. ഇവളെടുക്കും. പക്ഷെ ഇപ്പം 2 പേരും ഇടയിൽ വരുന്ന സംഭവമാണെങ്കിൽ 2 ആൾ ഒരുമിച്ച് വരും. അതാണ് ഈക്വൽ. ഈ പറയാൻ വേണ്ടുന്ന ദേഷ്യമൊന്നും നമ്മളെ ഇടയിലൊന്നും ഇല്ല. അങ്ങനത്തെ വഴക്കിടലെന്ന് വെച്ചാൽ മുട്ടായി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാൻ വിട്ടുപോയി, ഇതിലെല്ലാം. അല്ലാണ്ട് മാരകമായിട്ടുള്ള ഇതൊന്നും നമ്മളെ ഇടയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എവിടെങ്കിലും പോവാൻ ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ആരാണ്? അത് ഇവള് 100%. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണ്ടിക്കല് തന്നെ ഏകദേശം കാമണിക്കൂറുള്ള 20 മിനിറ്റ് ഇവക്ക് എന്തായാലും. എനിക്ക് എന്താ ഒരുങ്ങിയെന്ന് വെച്ചാ പക്ഷെ ഞാൻ ഇതിനുകൊണ്ടൊരു ട്രിക്ക് ചെയ്യും. അതായത് ഞാൻ ആ സമയത്ത് കുളിക്കാൻ പോകാന്ന് പറഞ്ഞ് പോകും. ആ സമയം കൊണ്ട് ഞാൻ പറയും, നീ വേണ്ടുന്ന മേക്കപ്പും കാര്യങ്ങളും ആദ്യം ചെയ്ത് വെച്ചോ.
ആകെ ഇടുന്ന ഒരു സൺസ്ക്രീൻ വൈലൈനറും ലിപ്സ്റ്റിക്കും കഴിഞ്ഞു. എന്നാലും എടുക്കുമല്ലോ ടൈം. അതിങ്ങനെ നല്ല വൃത്തിയിലിടാൻ സമയം എടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ആ കാര്യത്തിൽ കുറച്ചും കൂടി സിമ്പിൾ ആണ്. നിങ്ങളെ കണ്ടതാന്ന് തോന്നുന്നു. ഞാൻ ലിറ്റിൽ ബിറ്റ് ഓഫ് മേക്കപ്പ്. ഇവന്റെ അത്ര ക്രീമൊന്നും ഞാൻ ഇടില്ല. നീ എന്നല്ലേ പഠിപ്പിച്ചത്? ഞാൻ ഇത്ര ക്രീമൊന്നും ഇടില്ല, ഞാൻ സൺസ്ക്രീൻ മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾ രാത്രി 12 മണിക്ക് എഴുന്നേറ്റാ പോലും ഫുഡ് ഓർഡർ ചെയ്യാൻ മടിയില്ലാത്തതായിരുന്നു. അത് ഓഫ് കോഴ്സ് ഞാൻ തന്നെ. കാരണം സ്വിഗ്ഗി എഡിക്റ്റ് ആയിരുന്നു. ഫുഡ് എന്ന് കേട്ടാൽ തലകറങ്ങി വീഴുന്നത് ഇവനാണ്. അതുകൊണ്ട് പക്ഷെ ഇപ്പോഴോ ഇപ്പൊ നമ്മള് ജങ്ക് ഫുഡ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഓർഡറിങ്ങും ഇല്ല. സോറി ഗൈസ്, പെട്ടെന്ന് നമ്മളെ Q&A ഇടയിൽ നമ്മുടെ അൽച്ചക്കുട്ടി വന്നു. അവള് പ്രസവിക്കാനായത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാനല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം ചോദിച്ചോ? കാണിച്ചെടുക്കണോ? ജസ്റ്റ് ഇങ്ങക്ക് ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ, ഒക്കെ വെള്ളം വേണ്ടത് കൊണ്ട് നമ്മളോട് ചോദിച്ചതാണ്. അവള് ഗർഭിണിയായോണ്ട് അവളെ ഇടക്കിടക്ക് ടയേർഡ് ആകുമ്പം നമ്മളോട് വെള്ളം ചോദിക്കാൻ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. ഇച്ചിരി വെള്ളം കൊടുക്കും. അപ്പൊ അവളെ അവിടെ നിന്ന് കുടിച്ചോട്ടെ. വേറെ ഏതോ ഒരുത്തിയും കൂടി വന്നിട്ടുണ്ട്, അതിനെ എറിഞ്ഞ് വായിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ വെറുതെ വന്ന് കടിക്കും, എന്താ അറിയില്ല. നീ പ്രസവിച്ച ഇവള് ഇല്ല, വേറെ ഓട്ടോമണിയുണ്ട്. നമുക്ക് നമ്മളിതിലേക്ക് പോവാം. എന്താ ഇതെവിടെ പോകുന്നത്? ക്വസ്റ്റ്യൻ Q&A നമ്മളെ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട്. ഓള് നേരത്തെ വന്നിരിക്കുന്നതാണ്. അത് കാണുന്നു കേട്ടാ. പാവം പേടിച്ചിട്ടാന്ന് തോന്നുന്നല്ലേ? നീ കൂടി നമ്മളെ ക്വസ്റ്റ്യൻ എല്ലാം കേട്ടോ. നിങ്ങളെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആക്കുന്ന ഒരു ഹാബിറ്റ് എന്താണുള്ളത്? അത് ഓരോരുത്തരുടെ ഇടയിൽ. ഇപ്പൊ എന്റെ ഇതിൽ എന്താണ്, നിന്റെ ഇതിൽ എന്താണ്, അങ്ങനെ ചോദിച്ചത്. ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവരൊരു കാര്യം പറഞ്ഞാൽ അത് എന്താ കേക്കൂല. അവന്റെ ഇതിലിങ്ങനെ കടിച്ചു നിൽക്കും. അത് ചില സമയത്ത് അത് ശരിയായിരിക്കില്ല, അത് തെറ്റായിരിക്കും ഇവന് കിട്ടുന്നത്. എന്നാലും അവൻ സമ്മതിച്ചില്ല. അത് അതങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ പോയിന്റിൽ ഉറച്ചു നിൽക്കണം എന്നല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി ഇവളെ കേസാണെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരും. അതെനിക്ക് ഇടയ്ക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചത്. കാരണം പെട്ടെന്നൊരു ദേഷ്യം എന്ന് വെച്ചാല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എന്താ കാരണമൊന്നും അറിയില്ല, പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അപ്പൊ ഞാൻ നല്ലോണങ്ങൾ പറയും. അപ്പൊ അത് സെറ്റ് ആയി. ആവശ്യമില്ലാതെ പറയലുണ്ട്. ഇന്നലെ വരെ ഇടയ്ക്ക് കിട്ടിയതാ. വീഡിയോയിൽ കാണുന്നില്ല, അതേ ഉള്ളൂ. ഒരു അരുണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിടയിൽ വഴക്ക് കൂടി കഴിഞ്ഞാല് ഫസ്റ്റ് ആരാണ് സോറി പറയുന്നുള്ളത്? ഓൾറെഡി ഇത് ആൻസർ ചെയ്തതാണ്. ഫസ്റ്റ് ആരാ പറയാ? ഇവള്. അത് സമ്മതിച്ചു തന്നെ. എല്ലാരും പൊതുവെ ബോയ് 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 എന്നുള്ള കേസിൽ വരും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നതിന് 5 സെക്കൻഡ് മുന്നേ തന്നെ ഇവിടെ പറയും. അതാണ് പ്രശ്നം. ആദ്യം ചോദിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളെ ബോഡി ഒരു ദിവസത്തേക്ക് സ്വാപ്പ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കുന്നത്? നമ്മൾ പരസ്പരം ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാ, ഇപ്പം ഭക്ഷണം തീറ്റ ഞാൻ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും ഒരു മാസത്തേക്ക്. അയ്യോ, നിന്റെ ബോഡി അല്ലേ, അതുകൊണ്ട്. അങ്ങനെ ചെയ്തിട്ടെന്തായിട്ടാ പോന്നെ? അങ്ങനെ ചെയ്താലും ജീവിക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കാൻ. എനിക്ക് ഇവളെ ശരീരമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഞാൻ വ്ലോഗ് എടുക്കും. വ്ലോഗ് എടുത്തിട്ട് അത്യാവശ്യം റീച്ചെല്ലാം കിട്ടും. പൊതുവെ പെമ്പിള്ളേർക്ക് റീച്ച് കിട്ടുന്നുള്ളതാണ് സാരാംശം. പക്ഷെ ഇവള് നിങ്ങൾ കണ്ടിട്ടില്ലേ, മടിച്ചാണ്. പൊതുവെ അങ്ങനെ വ്ലോഗ് ഒന്നും എടുക്കാറേ ഇല്ല. ഫോൺ ഓൾറെഡി എന്താ പറയേണ്ടത്, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫോൺ ആണെങ്കിൽ ഏത് ഫോൺ ആണെങ്കിലും നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കണം. ഞാൻ ചില സമയത്ത് ഞാൻ ഇന്ന് വരെ ഇവളോട് പറഞ്ഞ നീ എടുത്തു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് മടി. എനക്ക് അത്രേ ഉള്ളൂ ഇവളെ പോലീസ് ആപ്പ്. നിങ്ങൾക്ക് രണ്ടാക്കും ഏറ്റവും പേടിയുള്ള കാര്യം എന്താ? നിനക്കെന്തോ? നിനക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താ? എനിക്ക് പട്ടി. അത് കറക്റ്റ് ആണ് ഗൈസ്. ചെറിയൊരു ഏതെങ്കിലും ഒരു പട്ടി അപ്പുറത്തെ പറമ്പിലെങ്ങാനും പോകുന്നതാണെങ്കിൽ പോലും ഇവൾ ഇവിടുന്നേ നിലവിളിച്ചോടുന്നു. ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയുള്ളത് ഇരുട്ടാണ്. അതെന്താ വെച്ചാല് പണ്ട് എനിക്ക് ശ്വാസം മുട്ടലിന്റെ ഒരു പ്രശ്നമില്ല. അപ്പൊ കംപ്ലീറ്റ് ഇരുട് ഇതിലായി കഴിഞ്ഞാൽ നമുക്കൊരു സഫക്കേഷൻ പോലെ ഉണ്ട്, ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ടല്ലോ, അതുപോലെ കിട്ടും. അതുകൊണ്ടെങ്കിൽ പെട്ടെന്നല്ല ഇരുടാവുന്നത് ഭയങ്കരമായിട്ട് അതെന്തോ ഒരു അവസ്ഥയാണത്.
അതെനിക്ക് പെട്ടെന്ന് പിടിക്കുമല്ലോ, എനിക്ക് ചെറിയ ലൈറ്റ് എങ്കിലും ഏതെങ്കിലും വേണം, അതേ ഉള്ളൂ. ഏതോ ഒരു സുചിത്ര ചോദിച്ചതാണ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പൊതുവിലും എനിക്ക് അധികം പൈസ സ്പെൻഡ് ചെയ്യുന്ന താല്പര്യമില്ല. ഇവളെല്ലാം ഒന്ന് പുതുക്കി പുതുക്കി വെക്കാനും നോക്കുക. ഞാൻ അങ്ങനെയല്ല, നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും എല്ലാത്തതാണെങ്കിലും നമ്മൾ കുറച്ച് ലക്ഷറി ആയിട്ട് നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയല്ല, ഞാൻ പണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പണക്കാരി അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സേവ് ചെയ്തു. ഓ, അപ്പൊ പിന്നെ നമ്മളെല്ലാം പിന്നെ അങ്ങ് റിച്ചതല്ലേ, ഉള്ളത് പെട്ടെന്ന് ചെലവാക്കില്ല. ചിലപ്പോ പിന്നെ ഒരു ആവശ്യം വരുമ്പോ അയ്യോ ഇല്ലല്ലോ എന്ന് ആലോചിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നല്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മള് പൈസ ഉള്ള സമയത്താണെങ്കിൽ അത് നമ്മൾ ചെലവാക്കിയിട്ട് ഇതാക്കാനും വേണ്ടത്. പിന്നീട് എപ്പോഴെങ്കിലും പൂത്തി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നാളെ തട്ടിപ്പോയി കഴിഞ്ഞിട്ട്, നീ ഇപ്പൊ നാളെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ പൈസ എല്ലാം സമ്പാദിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എനിക്ക് പറയാനൊന്നും ഇല്ല. നമ്മൾ ലൈഫ് നമ്മൾ ഓരോ മൊമെന്റ്സ് എൻജോയ് ചെയ്യണം. ഏതാ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാ, അല്ലെങ്കിൽ ഒരു ഫീൽ ഏതാ? നമ്മളൊരു ഡേറ്റിന് പോയില്ലേ ഇവിടെ വന്നതിന് ശേഷം? ഭക്ഷണം കഴിച്ച് നമ്മള് പാർക്കിൽ പോയി മഴയത്ത്, ഓർമ്മയുണ്ടോ? എനിക്ക് ഏതാന്ന് തോന്നിയെന്ന് വെച്ചാല്, നിങ്ങൾ ആ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും, ഇവള് 30 രൂപ എന്ന് പറഞ്ഞൊരു കടയിൽ പോയത്. ആ ദിവസം നമ്മൾ ബൈക്കെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അത് ഞാൻ ഓൾറെഡി എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു കാര്യം കൂടിയും അത്. അതായത് ഒരു ലവറിനെ കിട്ടിയാലെങ്കിലോ അല്ലെങ്കിൽ വൈഫിനെ ആവുന്ന സമയത്ത് നമ്മൾ ആ രീതിയിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങോട്ടേക്കാണ് നടന്നു പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. തലശ്ശേരി, അതും പ്രത്യേകിച്ച് എന്റെ ലൊക്കാലിറ്റിയാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആളും കൂടെ കൈയും പിടിച്ച് നടന്നു പോകുമ്പോഴുള്ളൊരു ഫീൽ, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ലവബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മൊമെന്റ്. പിന്നെയും ചിലത് എല്ലാം ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരെണ്ണം ചോദിച്ചോണ്ട് ഒരെണ്ണം പറഞ്ഞു, അത്ര തന്നെ. നിങ്ങളെ സീക്രട്ട് ടാലന്റ് എന്താണുള്ളത്? എന്താ? ഇവളെല്ലാം പബ്ലിഷ് ചെയ്തിരുന്നു. എന്നാ നിന്റെ ഏതെങ്കിലും ഒരു സീക്രട്ട് പറ. അത് പിന്നെ സീക്രട്ട് ആരെങ്കിലും പറയൂ പൊട്ട. എന്റെ സീക്രട്ട് ടാലന്റ് എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. കാരണം പബ്ലിക്കലി അത് വിസിബിൾ ആയിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ വിസിബിൾ ആയിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് വിസിബിൾ ആവാത്തൊരു കേസ് എന്ന് പറയുന്നത് ഡ്രോയിങ്. അത് എനിക്കുണ്ട്. ഞാൻ വരയ്ക്കും, പക്ഷെ അത് ഇത് കോപ്പി അടിച്ചതേ അല്ലല്ല, വരയ്ക്കും, പക്ഷെ ഇവന്റെ അത്ര വരയ്ക്കൂല. എന്നാലും വരയ്ക്കുന്ന സാധനം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വരക്കാറുണ്ടായിരുന്നു, പിന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ അത് സ്കിപ്പ് ചെയ്തു. പണ്ടും എന്റെ അമ്മമ്മ ഉണ്ടായിരിക്കുന്ന സമയത്തെ പറയും, എന്തിനാടാ ദ്രോഹി നീ വരക്കാൻ പഠിക്കാൻ പോയിട്ട് അത് നിർത്തിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് വരച്ചായിരുന്നു, അപ്പൊ കേൾക്കുന്നില്ല. ഇപ്പം വരച്ചാലും കൊള്ളായിപ്പോ. പ്രാക്ടീസ് വേണം, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്തും. പ്രേമിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞു എന്നെ വരച്ചാലും, എന്നിട്ട് കല്യാണം കഴിഞ്ഞ 5 മാസമായിട്ട് അവൻ വരച്ചു തന്നിട്ടില്ല. പ്രാക്ടീസ് ഇല്ലല്ലോ. ഒരു കാര്യം, എനിക്കൊരു സീക്രട്ട് ടാലന്റ് ഉണ്ട്, പക്ഷെ അത് ഞാൻ 8ാം ക്ലാസ്സിൽ മണ്ണിൽ മൂടി. ഞാൻ കവിത എഴുതുമായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കവിത നമുക്ക് എഴുതിയിട്ട് കാണിച്ചു തരുന്നേക്ക് അടുത്ത വ്ളോഗിൽ. ഇനി വരുമോന്ന് എനിക്ക് അറിഞ്ഞോ, പണ്ടൊക്കെ വരുമല്ലോ. അല്ല, ഇന്ന് നീ ആലോചിച്ചോ, നാളത്തെ വ്ളോഗിൽ നമുക്ക് ഇവിടെ കവിതയും കൂടി കേൾക്കാം. നീ ഇന്ന് അങ്ങ് വക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ നല്ല പണ്ട് കൊച്ചില്ലേ. ഇപ്പൊ തേങ്ങാ കുലകളിലാടും പാട്ട് ഞാൻ പ്രണയ കാവ്യങ്ങൾ അന്ന് വശ്യസുന്ദരമായ 7ാം യാമത്തിൽ കവിതയാണ് ഉദ്ദേശിച്ചല്ലേ, സാഹിത്യല്ലേ. ഇതാരുടെ പേരെന്താണ്? സാക്ക് 267 വാട്ടവർ. മൂപ്പര് ചോദിച്ചത് ഒരു വാക്കില്, അതായത് ഒരു വേർഡില് എന്നെ ഡിസ്ക്രൈബ് ചെയ്യണം. ലൈഫ്. ഏത് ലവ് ലൈഫ് വ്യത്യാസമില്ലേ? എന്താ ലൈഫ് എന്നല്ല, ജീവനല്ലാന്നാ പറയുന്ന കൈസ്. എന്ത് ചെയ്യാനാ, കഷ്ടം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഓൾറെഡി എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ Q&A. അതായത് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ട്, അതായത് റിയൽ ലൈഫിൽ നിങ്ങൾ എന്താണ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്താണ്? റിയൽ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ ആയിരിക്കും ചോദിച്ചാൽ ഇങ്ങനത്തെയാണ്. കച്ചറകളാണ്.
അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്യാമറ കട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനും ഞാനും അമ്മയും നമ്മള് നാലാളുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതാണ് ശരിക്കും നിങ്ങൾ കാണേണ്ടത്. പക്ഷെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരും. അതാണ് ഒരു പ്രശ്നം. അച്ഛന്റെ കൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരാളേ അല്ല അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതൊരു കൗണ്ടർ അടിച്ച് പോയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യരാണ്. പിന്നെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെയാണ്. അമ്മ നിങ്ങൾ പഴയ വീഡിയോസിലെല്ലാം അമ്മ വന്നിന്, ഇപ്പോഴത്തെ വീഡിയോസിൽ അമ്മ ഇപ്പൊ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി അമ്മയും വരുമായിരിക്കും. പിന്നെ നമ്മളെ കേസ് പറയുന്നതാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉള്ളത് അത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതിതാ സോഷ്യൽ ഫിയർ ആണ്, ആൾക്കാർ ഇനി പറയുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പക്ഷെ എന്ന് വെച്ച് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങ് തുണി നോക്കി കാണിച്ചു അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്. അതില് ചെറിയ ചെറിയൊരു ഇതുണ്ട്. ഞാൻ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇവളാണെങ്കിലും അതുപോലെ തന്നെ. പക്ഷെ ഇവള് ഇടയ്ക്ക് ഇങ്ങനെ അലമ്പാക്കുക. അതായത് ഈ അടുത്തൊരു ഇൻസിഡന്റ് പറഞ്ഞുതരാം. നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടി പോയി, തലശ്ശേരി. അതൊരു കോമഡി. അപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മളൊന്ന് മാങ്ങിയോ എന്തെല്ലാം സാധനം വാങ്ങിച്ചു. അപ്പൊ എന്തൊരു പേരൊക്കെ കിട്ടി, ഗുവ. എന്നിട്ട് അത് കിട്ടിയിട്ട് ഉപ്പിലിട്ട് തിന്ന് ഞാൻ നോക്കുമ്പോൾ ചവച്ചപ്പോഴും ഇത് ഉപ്പിലിട്ട ഫീലൊന്നും ഇല്ല, പക്ഷെ പച്ചക്ക് കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇവക്ക് കൊടുത്തു, ഇവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ബില്ലടിച്ച് കഴിഞ്ഞ പാടും ഇവിടെ നേരെ പീഡക്കാരനോട് പറഞ്ഞ് ഇതിന് ഉപ്പൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അയാൾ നിന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എങ്ങനെയാ അത് കാണിച്ചു കൊടുത്ത? അതെന്റെ കുഴപ്പമില്ല. ഉപ്പിലിട്ടാന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഇവക്ക് തെറ്റ് ചെയ്ത് തോന്നുന്നതോ അല്ലെങ്കിൽ നമ്മളെ നോട്ട് വർത്ത് ഫോർ മണി എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ഇവിടെ തുറന്നടിച്ച് മുഖത്ത് പറയും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഈ ട്രിവാൻഡ്രം ക്യാബിലേക്ക് എത്തിയത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനം ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ള ഉപ്പാണ്. ഇത് വെള്ളത്തിൽ പേരൊക്കെ ഇട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും, കഴുകിയിട്ട് തിന്നുമ്പോ അതുപോലെ ഇരിക്കും. അപ്പൊ പിന്നെ സാധനം ഇതെന്ത് സാധനം? അതിനകത്ത് ആകെ ഉപ്പ് കുടിച്ച ക്യാരറ്റ് മാത്രമാണ്, വേറെ ഒന്നിലും ഉപ്പില്ല. ഈവൻ പൈനാപ്പിൾ ആണെങ്കിൽ ഒരു വാടിയൊരു ഫീലിന് എനിക്ക് കിട്ടിയത്. കാരണം ഒരു പൈനാപ്പിളിന് കുറച്ചും കൂടി എന്നാ സ്വീറ്റ് ഉണ്ടാവണം, ഇത് സ്വീറ്റ് ഒന്നും ഇല്ല. അപ്പൊ അയാളുടെ എക്സ്പ്രഷൻ കണ്ടാ തോന്നി ഈ മാങ്ങയെല്ലാം കടത്തും പറഞ്ഞാല് എന്താ പൈസക്ക് ഇല്ലാത്ത പോലെ. മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ, അയാൾക്ക് ഇച്ചിരി കൊള്ളട്ടെ ഇങ്ങനെ പറഞ്ഞതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. വീണ്ടും കുറെ ആൾക്കാർ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഈ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി ആണെങ്കിൽ നമ്മൾ ഇതിന്റെ പാട്ടെടുക്കാം. അപ്പൊ ഗൈസ് അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഇന്ന് ബാക്കിയുള്ള നമുക്ക് ഡേ ഇൻ അവർ ലൈഫ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു മൂവിക്കെല്ലാം പോയി ഒന്ന് സെറ്റിലപ്പ് ആക്കാന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കണ്ടാൽ ഇപ്പം തന്നെ ലെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതെന്തായാലും നമ്മളൊരു ഷോർട്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.